അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മണിയറക്ക് പകരം ജയിലറായി എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 11-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കൻആനിൽ മിസ്ർ നാട്ടുകാരനായ മാലിക് കച്ചവടാവശ്യാർത്ഥം കൻആനിൽ വന്ന് തമ്പടിക്കുകയും ആ തമ്പടിച്ചപ്പോൾ അവിടുന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അണ്ണർ അഥവാ ജ്യേഷ്ഠന്മാർ കിണറ്റിലിട്ട കാലഘട്ടമായിരുന്നു. വെള്ളം കോരാൻ വേണ്ടി അവർ കൊട്ടക്കോരി അതല്ലെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് സാധനമായാലും അത് താഴോട്ടിറക്കി. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അതിൽ കയറ്റിയിരുത്തിയത്. അങ്ങനെ അവർക്ക് അത്ഭുതകരമായ മാലിക് സ്വപ്നം കണ്ട കുട്ടിയെ കിട്ടിയെന്ന് മാത്രമല്ല, തമ്പിൽ കഴിയുന്ന സമയത്താണ് ജ്യേഷ്ഠന്മാർ തൻ്റെ പ്രിയപ്പെട്ട അനുജനെ യൂസഫിനെ അന്വേഷിച്ചുകൊണ്ട് കിണറിനരികിലെത്തുന്നത്. പക്ഷേ കിണറ്റിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല, ഒരു അശരീരിയും കേൾക്കുന്നില്ല. ആ സമയത്താണ് ചുറ്റുപാടും തെരഞ്ഞു നോക്കിയപ്പോൾ, പരതി നോക്കിയപ്പോൾ ഒരു ടെൻറ്റ് ശ്രദ്ധയിൽപ്പെടുകയും അവിടെ വന്ന് ചോദിച്ചു, ഞങ്ങളുടെ ഒരു അടിമ ചാടിപ്പോയിരിക്കുന്നു, അങ്ങനെ ആ കുട്ടി നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറയുകയും അങ്ങനെ ആ കുട്ടിയെ കുട്ടി ഞങ്ങളുടെ ബാവാക്കുള്ള അബുദാണ്, അടിമ സ്ത്രീയിലുണ്ടായിരിക്കുന്ന കുട്ടിയാണ് എന്ന് പറയുകയും അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഇബ്രാനി ഭാഷയിൽ അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് ജ്യേഷ്ഠന്മാർ പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് കളവാണ് ഞങ്ങൾ പറയുന്നെങ്കിലും അത് നീ സത്യമാക്കി പറയണം, കാരണം ഒരിക്കലും നീ മാലിക്കിനോട് സത്യം പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞു, നിന്നെ അഥവാ സത്യമെങ്ങാനും പറഞ്ഞാൽ നിന്നെ കൊന്നുകളയുമെന്ന് ഇബ്രാനി ഭാഷയിൽ യൂസുഫിന് തിരിയുന്ന ഭാഷയിൽ ജ്യേഷ്ഠന്മാർ പറയുകയാണ്. രംഗം മഹാക്കോയി മോയിൻകുട്ടി വീരല്ലാത്ത മുത്തുക്കോയത്തങ്ങൾ അന്തറോ ദ്വീപ് കുന്നത്തേരി ആലുവായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ വിവരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. പ്രിയമുള്ളവരെ, കൊല്ലും എന്നുരത്തപ്പൊളു യഹൂദയും നബിയാരിൽ വിളിടയടങ്ങുക തേനേ നിന്നിൽ കോടാതെ സലാമത്ത് തരുമ്പിരയെതിരുറ്റാൽ കാടിനർ വധിച്ചിടും മോനെ മല്ലിക മലരായ നബിയാരിൽ ഉടന്താജിർ വിളവ് ഇവ ശരിയാണോരു മട്ടത്തിൽ രാമിണ്ട് നബി വിണ്ട് പൊടുതവർ ഉറ്റിടയടിമയെ വേണോ. മര്യാദക്ക് ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ച് വഴിപ്പെട്ട് കണക്ക് നല്ലത്. മാലിക്കിനോട് എന്തെങ്കിലും ഇതിനെതിര് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞു. മലരണ്ടാജിർ ബിള്ളവൈവ ശരിയാണോരു മട്ടത്തിൽ അമ്മണ്ട് നബി വിണ്ട് പൊടുതവർ ഉറ്റിടയടിമയെ വേണോ. ഈ മറ്റേ ജ്യേഷ്ഠന്മാർ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു മാലിക്. ആ ശരിയാണെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം മനമില്ല മനസ്സോടെ പറയുകയാണ്, അല്ലെങ്കിൽ കൊന്നുകളയും. അപ്പോൾ പിന്നെന്താ ചോദിച്ചത് ജ്യേഷ്ഠന്മാർ? ബിള്ളവയുടൻ മാലിക്കനെ വർഷം ദീർഹമാൽ ഇല്ലല്ലോ ശിരിനി ദൊയ്യ അന്ന് പിന്താതെ ഉരത്തവർ അത് മതിയമൈ തീർ തന്തോളം ഇത് വിലക്കയ്യ. പിന്നെ ജ്യേഷ്ഠന്മാർ ചോദിച്ചു മാലിക്കിനോട്, ഞങ്ങൾക്ക് ഏതായാലും ഇപ്പോൾ ഈ അടിമനെ ചാടിപ്പോകുന്ന സ്ഥിതിക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ മാലിക് പറഞ്ഞു, ആകെ എൻ്റെ അടുത്ത് 20 വെള്ളിയാണുള്ളത്, ഇത് നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വില കെട്ടിക്കൊണ്ട് 20 വെള്ളിക്ക് അതാ ജ്യേഷ്ഠന്മാർ മാലിക്കിന് ആധാരം ചെയ്ത് വിറ്റിരിക്കുകയാണ്. ഉല്ലാസക്കാനിയാരെ വില കെട്ടിയാഹികളും ഹല്ലാക്കിൻ തിരുനാമം ചേർത്തിയുടൻ ഓശയാൽ ദഹർ മകൻ ഹുസായിയ മാലിക്കിനെ ആധാരം കുറിത്തതിൽ നിർത്തി. അനന്തർ കഥമിലും കരമിലും വിലങ്ങിട വേണം തൻ പതിയടുപ്പോളം എന്നും ആധാര അടിക്കവർ എഴുതിടை പിഴപ്പിച്ച് മേതരെ ഇവൻ കുതിച്ചാളും. അങ്ങനെ ആധാരത്തിൽ NB എന്നിട്ടൊരു നിബന്ധന കൂടി ജ്യേഷ്ഠന്മാർ എഴുതിപ്പിക്കുകയാണ്. മാലിക്കിൻ്റെ ആധാരത്തിൽ എന്താണ്? ഇവനെ നിങ്ങളെ നാടെത്തുന്നത് വരെ ഇവനെ വിലങ്ങിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞങ്ങളിന്ന് ചാടിപ്പോകുന്നത് പോലെ
നിങ്ങളെന്നും ചാടിപ്പോയി ഞങ്ങൾ ഉത്തരവാദിയാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ നാടെത്തുന്നത് വരെ എന്ത് വേണം, എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോകണം. അങ്ങനെ അനന്തർഗതമിലും കരമിലും വിലങ്ങിട വേണം തൻ പതിയടുപ്പോളം എന്നും ആധാര അടിക്കവർ എഴുതിടെ പിഴപ്പിച്ച് മേതരെ ഇവൻ കുതിച്ചാളും മനിത കന്നിയാരെ അവർ വിറ്റുതറായിമും വാങ്ങിയ മുറക്കുടൻ വാങ്ങിയதை പങ്കിട്ട് യഹൂദയും ഹറാമാണിന്നേനിൽ എന്ന് ബെങ്കിക്കൊണ്ട് അതിൽ നിന്നും നീങ്ങി. അങ്ങനെ വിറ്റ പൈസ ഓരിയൊക്കെയാണ് ജ്യേഷ്ഠന്മാരും. അപ്പോൾ യഹൂദ പറഞ്ഞത് ഇച്ച് ഹറാമാണ്, ഇന്ന അഞ്ചന വിറ്റ കായാണ്, ഇച്ച് വേണ്ടെന്ന് പറഞ്ഞ് യഹൂദ ഇന്ന് ഒഴിവായി. ഉന്നത്തിൽ പെടുത്തുവാൻ ഉപദേശിച്ച അഹികളും ആനന്ദപ്പായിൽ തന്നെ നോക്കിയപ്പോൾ ഉള്ളലിഞ്ഞതോടെ നബി താജിറാവുകൾ വെള്ളിമൊളി മിതമാക്കി. വേണം പൊല്ലവരോട് കുറെ വാക്ക് പറയുവാൻ വേണം ഒരനുവാദം ഇന്നേ ഉടൻ എന്തും നിൻ മനം പോലെ പറഞ്ഞോളൂ സുകുമാര സന്ധിത്ത് പിരിഞ്ഞിടും മുന്നേ. അങ്ങനെ ആധാരമൊക്കെ എഴുതി കുറിച്ച് മാലിക്കിന് വിറ്റതിന് ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാം ഈ അടിമ അവരുടെ ഇതിൽ അടിമ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാര്യം മാലിക്കിനോട് പറയണം. ഇനി എൻ്റെ ജ്യേഷ്ഠന്മാരോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു യൂസുഫ് നബി അലൈഹി സ്വലാം ജ്യേഷ്ഠന്മാരോട് പറയണം. എന്താ പറഞ്ഞത്? മുത്ത് നബി യൂസുഫാഹികൾ കിട്ടേ മൂത്തേ വ്യസനത്തിലെ ഉടൻ നേരിട്ടേ ഉത്തൻഡിരി അയിനിലെ കുളിർമപ്പെട്ടേ ഉപജാതരേന്ന ഊമൈകൾ വിറ്റേ കത്തൻ നബിയായ നമൈകൾ ബാവാ കറിന്താൽ ഹലാക്കുങ്ങൾ കിറക്കും നാവാൽ ഇറയോന്നൂമൈകൾക്ക് പൊറുത്തിടട്ടെ ഇശമ്പും കലാമാകെ അഹികൾ കേട്ടേ. അങ്ങനെ യൂസുഫ് നബി ജ്യേഷ്ഠന്മാരെ വിളിച്ചു ഓല ഭാഷയിൽ പറയണ ഇബ്രാനി ഭാഷയിൽ, നിങ്ങൾ ഏതായാലും എന്നെ കിണറ്റിലിട്ട് വാപ്പാൻ്റെ നിന്ന് അകറ്റി കൊടുന്ന് കിണറ്റിലിട്ട് ഉപദ്രവങ്ങളൊക്കെ ഒരുപാട് നടത്തി. ഇപ്പം ലാസ്റ്റ് എന്ത് ചെയ്തു? മാലിക്കിൻ്റെ അടുത്ത് എത്തിക്കൊണ്ട് ഈ കച്ചവടക്കാരൻ്റെ അടുത്ത് എത്തി. അവിടുന്ന് നിങ്ങൾ വിറ്റു. പക്ഷേ ഈ സംഭവങ്ങളൊന്നും നിങ്ങൾ എൻ്റെ വാപ്പാനെ അറിയിക്കരുതേ, ഒരിക്കലും വാപ്പാനെ അറിയിക്കരുത്. വാപ്പാനെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹലാക്കെത്താൻ വേണ്ടി, നിങ്ങൾ നശിച്ചു പോകാൻ വേണ്ടി വാപ്പ ദുആ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും വാപ്പാക്കിയത് അറിയിക്കരുതേ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു വേള അവരുടെ ഹൃദയം പൊട്ടുകയാണ്. എന്തു സംഭവിക്കും അവിടെ എന്നറിയണ്ടേ? അടുത്ത എപ്പിസോഡിൽ പറയാം. ഇന്നലെ മഴ പെയ്തപ്പോൾ ഞാൻ മഴയത്ത് നന്നായി ഒന്ന് കുളിച്ചിട്ടുണ്ട്, ഒരു അരമണിക്കൂർ നേരം. അതുകൊണ്ട് ഒച്ചയൊക്കെ പെയ്ക്കാണ്. എല്ലാവരും ക്ഷമിക്കണമെന്നുണർത്തുന്നു. ഇൻഷാ അല്ലാഹ്.